മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. ഓക്കെ, സ്വന്തം പച്ചക്കൽപ്പ് എന്നൊക്കെ വിളിക്കും. സോ നമ്മള് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സമ്പത്തും സമൂഹം മധ്യകാല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു ഭാഗമുണ്ട് മക്കളെ. അന്നത്തെ കച്ചവടക്കാർ ചെയ്തിരുന്ന സഹായങ്ങൾ എന്തൊക്കെയുള്ളത് അത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാം. അതും എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഥയിലൂടെ സിമ്പിൾ ആക്കിയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഇബ്രാഹിം കുട്ടിയുടെ കഥ എന്ന് പറയും. ആ കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത്രയും പോയിന്റ്സ് നമുക്ക് പഠിക്കാണ്ട്. ഈ പോയിന്റ് ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷെ എന്താ അറിയോ സാർ, ഈ പോയിന്റൊക്കെ പഠിച്ച് ഞാൻ സെറ്റ് ആക്കിയിട്ട് സാറേ ഞാൻ എക്സാം ആണ് പോകുമ്പോൾ എനിക്കിത് ഓർമ്മ വരുന്നില്ല എന്ന് പറയും. അതിനുള്ള മാറ്റമാണ് ഇന്നത്തെ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുന്നത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക, കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ. ഇബ്രാഹിം കുട്ടിയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്ത് മറക്കരുത്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. കച്ചവട പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കുറെ ഉണ്ടല്ലേ, അത് കാണാം, കൃത്യമായിട്ട് കാണാം. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് എന്ത് ചെയ്തു, അന്നത്തെ കച്ചവട പുരോഗതിക്കായിട്ട് ഭരണാധികാരി എന്ത് ചെയ്തു, റോഡുകൾ നിർമ്മിച്ചു, വായ്പകൾ നൽകി, സരായികൾ, വിശ്രമ കേന്ദ്രങ്ങൾ പണിതു, ഏകീകൃത നികുതി സമ്പ്രദായം കൊണ്ടുവന്നു, തപാൽ സംവിധാനം കാര്യക്ഷമമായ നാണയ സംവിധാനം എന്ത് ചെയ്തു, നടപ്പിലാക്കി. ഈ പോയിന്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം മക്കളെ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് നിൽക്കില്ല. സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു ഓർഡർ മാറ്റിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ വേണ്ടി ഇപ്പം. അപ്പൊ ഭരണാധികാരികൾ കൊണ്ടുവന്ന നടപടികളാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാ. അന്നത്തെ ഏറ്റവും വലിയൊരു കച്ചവടക്കാരനെ, അന്നത്തെ ഏറ്റവും വലിയ കുതിര കച്ചവടക്കാരനെ അമിനാപൂരി, എന്റെ പേര് അമീൻ കേട്ടോ. അപ്പൊ ഞാൻ അമിനാപൂരി എന്ന സ്ഥലത്ത് കച്ചവടം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഇബ്രാഹിം കുട്ടി. ആ ഇബ്രാഹിം കുട്ടിന്റെ കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഇബ്രാഹിം കുട്ടി കേട്ടോ. ഇത് ഇബ്രാഹിം കുട്ടിയാണ്. ഇബ്രാഹിം കുട്ടിനെ വരച്ചിട്ട് ഒരു ചിത്രം വരച്ചിട്ടോ. ഇത് ഇബ്രാഹിം കുട്ടി. യെസ്, സാർ സുഹൃത്താണ് കേട്ടോ ഇബ്രാഹിം കുട്ടി. അപ്പൊ ആലേക്ക് ഇബ്രാഹിം കുട്ടി. ഞാനാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് കേട്ടോ. സാർക്ക് 6 ബാക്ക് ആണ്, 6 ബാക്ക് 2 ഇതൊക്കെ കേട്ടോ. ഓക്കെ, ഇബ്രാഹിം കുട്ടിയുണ്ട്, അതുപോലെ ഞാനുണ്ട്. ഞങ്ങൾ കച്ചവടം നടത്താം. എനിക്ക് ഇബ്രാഹിം കുട്ടിന്റെ അടുത്തുള്ളത് കുതിരകളുള്ളത്. എനിക്കൊരു 100 കുതിരകൾ വേണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇബ്രാഹിം കുട്ടിനെ വിളിക്കും. അത് വിളിക്കാൻ കഴിയൂല അല്ലെ. അതെന്ത് ചെയ്യും, തപാൽ ചെയ്യാനേ കഴിയുള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് തപാൽ എന്ത് ചെയ്തു കൊടുത്തു. ഇബ്രാഹിം കുട്ടിയെ എനിക്ക് ഒരു 100 കുതിരകളെ വേണം, സെറ്റപ്പ് ആക്കി തരണം പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇബ്രാഹിം കുട്ടി പറഞ്ഞാൽ ലോകത്തുള്ള ഇബ്രാഹിം കുട്ടി 100, 200, 300 എനിക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം, ഞാൻ ആ കുതിരകൾ എനിക്ക് തരുക പറഞ്ഞു. പക്ഷെ സ്വാഭാവികമായിട്ട് ഇബ്രാഹിം കുട്ടീന് എത്ര ഉള്ളവർ മക്കളെ? 40 കുതിരകളേ ഉള്ളൂ. എത്ര കൂടി വേണം? 60 കൂടി വന്നാലേ എനിക്ക് കച്ചവടം നടത്താൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ട് ഇബ്രാഹിം കുട്ടി കച്ചവടം തന്നാൽ ലാഭം കിട്ടുമെന്ന് അറിയാം. സ്വാഭാവികമായിട്ട് ഇബ്രാഹിം കുട്ടി എന്ത് ചെയ്യും, അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 60 കുതിരകൾ വാങ്ങേണ്ട സ്ഥലമൊക്കെ അറിയാം. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവന് ഇത് എവിടെന്നെങ്കിലും പൈസ ഒക്കെ ഒപ്പിച്ചിട്ട് വാങ്ങും. അവിടെ അന്ന് എന്ത് ചെയ്തറിയോ, ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വായ്പകൾ അന്ന് ഭരണാധികാരി ചെയ്ത്. അപ്പൊ തപാല് കൊടുത്തപ്പോൾ ഇബ്രാഹിം കുട്ടിക്ക് എന്ത് ചെയ്ത്, കത്ത് കിട്ടി. മാത്രമല്ല വായ്പകളും കൊടുത്തു. അപ്പൊ തപാല് വായ്പകൾ കൊടുത്ത്. ഇപ്പൊ എന്ത് ചെയ്ത്, 100 കുതിരകളെ സെറ്റാക്കി വന്ന്. ഈ 100 കുതിരകളെ അമിനാപൂരി എന്ന് പറയുന്ന രാജസ്ഥാൻ അങ്ങനെ തലങ്ങളില അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയോ? ഇത് ബ്രിട്ടീഷ് ക്രീമാണ് തേച്ച് പാറിച്ച് കൊണ്ടുവരേനി. ഇത് അങ്ങനെ കയ്യിലുള്ള കുതിരകളെ ഇത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇതിനെ നടത്തി കൊണ്ടുവരണല്ലോ. സ്വാഭാവികമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത്, റോഡുകളും പാലങ്ങളും എന്ത് ചെയ്തു, നിർമ്മിച്ചു. പാലങ്ങളും അന്ന് എന്ത് ചെയ്തു, നിർമ്മിച്ചു. അപ്പൊ പാലങ്ങളൊക്കെ നിർമ്മിച്ച് കുതിരകളെ കൊണ്ടുവരിക. ഒരു ദിവസം കൊണ്ട് എത്തുമോ? ഇല്ല, വിശ്രമിക്കേണ്ടി വരും അല്ലെ. അപ്പൊ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തോ, അതെന്ത് ചെയ്തു, വിശ്രമ കേന്ദ്രങ്ങള് അഥവാ റെസ്റ്റ് ഹൗസുകൾ എന്ന് പറയും. വിശ്രമ കേന്ദ്രങ്ങള് അതിനെന്ത് പേര് വിളിച്ചിനെ, സരായികൾ എന്ന് വിളിച്ച്. ആ സരായികൾ എന്ത് ചെയ്തു, വിശ്രമ കേന്ദ്രങ്ങള് സ്ഥാപിച്ച്. അങ്ങനെ തപാല് കൊടുത്തപ്പോ എന്ത് ചെയ്തു, കൃത്യമായിട്ട് അവിടെ വിവരം അറിഞ്ഞു. വായ്പകൾ കൊടുത്തു, റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു, സരായികൾ ഉണ്ടാക്കി. അങ്ങനെ ഇബ്രാഹിം കുട്ടി കുതിരകളും കൊണ്ട് ഇങ്ങോട്ട് വന്നു, എന്റെ അടുത്തേക്ക് വന്നു, കോഴിക്കോട്ടേക്ക് വന്നു. അങ്ങനെ എന്നെ കണ്ടു, കുതിരകൾ തന്നു. സ്വാഭാവികമായിട്ട് ഇബ്രാഹിം കുട്ടി വല്ല ലാഭം കിട്ടുന്നുള്ള ഇതിലല്ലേ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടുത്തെ രൂപയും അവിടുത്തെ രൂപയും രണ്ട് വ്യത്യാസമാണ്. സ്വാഭാവികമായിട്ട് ഇബ്രാഹിം കുട്ടിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന ചെലവിന്റെ പകുതി പൈസ പോലും ആര് കിട്ടില്ല, ഇബ്രാഹിം കുട്ടി കിട്ടില്ല. ഇബ്രാഹിം കുട്ടി പൊട്ടനായി. ഞാനെന്താ പൊട്ടനായി വെച്ചാൽ ഇബ്രാഹിം സാർ അവിടെ പൊട്ടനായിട്ട് മാറി. ഇബ്രാഹിം കുട്ടി പൊട്ടനായിട്ടാണ് മാറി. പക്ഷെ പിന്നീട് എന്ത് ചെയ്ത്, അവിടെ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരി എന്ത് ചെയ്തോ, എന്തൊക്കെ കൊണ്ടുവന്ന്, ഏകീകരിച്ച നികുതി സമ്പ്രദായവും
സമ്പ്രദായവും അതേപോലെ തന്നെ ഏകീകരിച്ച നികുതി സമ്പ്രദായം കൊണ്ടുവന്ന് നാണയ വ്യവസ്ഥയും കൊണ്ടുവന്നു. സോ ഈ ഇബ്രാഹിം കുട്ടിന്റെ കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പഠിക്കും. അപ്പൊ എന്തൊക്കെയാണ് ആദ്യം? തപാൽ സൗകര്യം കൃത്യമായിട്ട് കൊടുത്തു, വായ്പകൾ നൽകി, റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. ഒറ്റ ദിവസം കൊണ്ട് എത്തോ? റോഡുകളും പാലങ്ങളും ഒറ്റ ദിവസം കൊണ്ടോ? അതിനെന്ത് സരായികൾ, വിശ്രമ കേന്ദ്രങ്ങൾ പണിതു. ഇവിടെ എത്തിച്ചപ്പോ നാണയ വ്യവസ്ഥ വരെ മറ്റേതായ പ്രശ്നമാവൂലേ? അതുകൊണ്ട് ഏകീകരിച്ച നികുതി സമ്പ്രദായം കൊണ്ടുവന്ന് ഏകീകരിച്ച നാണയ വ്യവസ്ഥ കൊണ്ടുവന്ന്. അപ്പൊ ഇബ്രാഹിം കുട്ടി ആദ്യം ചെയ്ത കാര്യം നോക്കി പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിക്കും. റെഡി ആണല്ലോ? ഫസ്റ്റ് എന്ത് ചെയ്തു? പോസ്റ്റൽ ഫെസിലിറ്റീസ് ഉഷാറാക്കി. അപ്പൊ പോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ സെറ്റപ്പ് ആക്കി അവിടെ എത്തി കച്ചവടം നടത്താൻ മൊത്തമായിട്ട് കുതിരകൾ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ എന്ത് വേണ്ടി? ഗ്രാൻഡ് ലോൺസ്. അപ്പൊ ഈ പോയിന്റ് ഇങ്ങനെ പഠിക്കുക. ആദ്യം ഇത് പഠിക്കുക, പിന്നെ തന്നെ ഗ്രാൻഡ് ലോൺസ് എടുക്കുക. അങ്ങനെ കുതിരകൾ സെറ്റായി. ഒരൊറ്റ ദിവസം കൊണ്ട് ഇവിടേക്ക് വരണം. ഒറ്റ ദിവസം കൊണ്ടെത്തില്ലല്ലോ. എങ്ങനെ കൊണ്ടുവരണം? റോഡ്സും പാലത്തിലും കൺസ്ട്രക്ട് റോഡ്സ് ആൻഡ് കണക്ടിങ് മേജർ സിറ്റീസ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് എത്തോ? ഇല്ല. ഇവർക്ക് റെസ്റ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്തു? റെസ്റ്റ് ഹൗസുകൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. ഇവിടെ എത്തിയപ്പോ പൈസക്ക് മാറ്റുണ്ടെങ്കിൽ കാര്യം ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് യൂണിഫോം ടാക്സേഷനും ഇംപ്ലിമെന്റ് എഫിഷ്യന്റ് കോയിനേജ് സിസ്റ്റവും കൊണ്ടുവന്നു. അപ്പൊ മക്കളെ ഈ പോയിന്റ് പഠിക്കേണ്ട ഒരു ഓർഡർ സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ഓർഡർ എന്നെ പഠിച്ചു വെക്കുക, ആ കഥ ഒന്ന് ആലോചിച്ച് വെക്കുക. എന്നാൽ ഈ പോയിന്റ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, മറക്കില്ല. ഇബ്രാഹിം കുട്ടിന്റെ കഥയിൽ ഇങ്ങനെ പഠിച്ചു വെക്കുക. അത് പ്രധാനപ്പെട്ട കോയിനേജ് സിസ്റ്റങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് തങ്ക എന്ന് പറയണമെങ്കിൽ സിൽവർ കോയിൻ ആണ്. ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. 2 മാർക്കും ചോദിക്കാറുണ്ട്. തങ്ക എന്ന കോയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ കോയിൻ ആണ്. അതേപോലെ കോപ്പർ എന്ന കോയിൻ ഉണ്ട്, അത് ജിതലാണ്. ജിതൽ കോയിൻ ആണ്. നമ്മൾ എന്താ പറയുക? തങ്ക ആൻഡ് ജിതലുണ്ട്. തങ്ക നമ്മൾ സിൽവർ എന്ന് പറയും, ജിതൽ നമ്മൾ എന്താ പറയും? കോപ്പർ കോയിനും പറയും. അങ്ങനത്തെ പ്രധാനപ്പെട്ട കോയിൻസ് ആണ്. സോ മക്കളെ ഇത് നിങ്ങൾക്ക് ഉറപ്പാണ്. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിനാണ് ഈ ഇബ്രാഹിം കുട്ടീന്റെ കഥ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞത്. ആ ഓർഡർ കിട്ടുക, ആ കഥയിലേക്ക് കണക്ട് ചെയ്യുക ഈ പോയിന്റ്സ്. എന്നാൽ നിങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ട് പഠിച്ചു കഴിയും. സോ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇബ്രാഹിം കുട്ടീന്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും ഷോർട്ടാക്കി വളരെ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളിവിടെ മാറ്റി തരും. സോ ഇനിയും ഇതേപോലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ.